ഹലോ ഗായ്സ്, ഞാൻ വീട്ടിൽ തന്നെ ഇരുന്ന് ഒന്ന് കറങ്ങിയതാണ്. ബോറടിക്കുന്നു. ഇവിടെ കാറുകളുടെ സമ്മേളനം നടക്കുവാണ് ഗൈസ്. ഉണ്ട്, വലിയ വണ്ടി, ചെറിയ വണ്ടി, വലിയ മൂത്താപ്പ എല്ലാം ഉണ്ട്. അത് സുജിത്ത് ഭക്തനും ഉണ്ട് ടി വിയിൽ. യെസ്, അപ്പോൾ അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ഡിന്നർ വ്ളോഗാണ്. ഞാൻ എന്തൊക്കെയാണ് ഇന്ന് ഡിന്നറിന് ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ ഹലോ ഗൈസ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് ഡിന്നറിന് ഉണ്ടാക്കിയിരിക്കുന്നത് എൻ്റെ സേമിയ പുലാവാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വരും നിങ്ങൾ. അപ്പോഴത്തേക്കും ഞാൻ അബിയെ ഒന്ന് വിളമ്പിയിട്ട് അബിയോട് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചിട്ട് അഭിപ്രായം നിങ്ങൾക്ക് കാണിക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് പറയാം എന്തൊക്കെയാണ് ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. സേമിയ, നിങ്ങൾക്ക് പ്ലെയിൻ സേമിയ കിട്ടുന്ന, ഇത് ഞാനിപ്പോൾ റോസ്റ്റഡ് സേമിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പ്ലെയിൻ സേമിയ കിട്ടുന്നെങ്കിൽ എണ്ണയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇത് റോസ്റ്റഡാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നതാണ്, ഈ കളറ്. പിന്നെ ബീൻസ് ഒരു 1/4 കിലോ ബീൻസ് മതിയാവും. ഞങ്ങൾ 4 പേർക്ക് കഴിക്കാനാണ്. ഒരു 5 സവാള ഞാൻ എടുത്തിട്ടുണ്ട്, ചെറുത്. ഇത് ക്യാരറ്റ് ഒരെണ്ണം. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്നിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് സേമിയ പുലാവ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. ആദ്യം തന്നെ ഞാൻ ഗ്യാസ് ഓണാക്കിയിട്ട് കടായി ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിനകത്തോട്ടായിട്ട് എണ്ണ ഒഴിക്കാൻ പോവാണ്. ആ എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് ഞാൻ ശകലം പെരുംജീരകമാണ് ഇടാൻ പോകുന്നത്. രാത്രിയല്ലേ, ഡിന്നറല്ലേ നമുക്കിന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ ഇച്ചിരി പെരുംജീരകം ദഹിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അപ്പോൾ പെരുംജീരകം തന്നെ ഇടുന്നു. പെരുംജീരകം ഇട്ട് ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും അതിനകത്തോട്ട് സവാള, ക്യാരറ്റും രണ്ടും ഒരുമിച്ച് ഇടുവാണ്. എന്ന് വെച്ചാൽ വഴറ്റി വരണമല്ലോ. അപ്പോൾ അത് നല്ല വെന്ത് വരണം. ക്യാരറ്റിന് കടിക്കാൻ ബുദ്ധിമുട്ടാകും. അത് എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ഇട്ട ഓണിയനും ക്യാരറ്റിലോട്ട് വഴറ്റാൻ വേണ്ടിയിട്ട് ഒരു ശകലം ഉപ്പ്, അതൊന്ന് വഴറ്റി വരാൻ വേണ്ടിയിട്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ കളർ ഇച്ചിരി മാറാൻ തുടങ്ങിയിട്ടുണ്ട്. സവാളയുടെ ഒരു ലൈറ്റ് പിങ്ക് കളറാകാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഈ ബീൻസ് അരിഞ്ഞ് വെച്ചതിടുവാണ്. ഇത് നമുക്ക് കുക്കറിൽ ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ ഉണ്ടാക്കാൻ വേണമെങ്കിൽ, പക്ഷേ അതിന് കറക്റ്റ് പ്രഷറൊന്നും വെക്കാതെ ഒരു ആവി വരുമ്പോഴത്തേക്കും ഓഫ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് ഒരുമാതിരി വഴറ്റി വന്നിട്ടുണ്ട്. ഒന്ന് കളറൊക്കെ മാറി കുറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇട്ടേനെ കട്ടി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു തക്കാളി അരിഞ്ഞ് വെച്ചിട്ട്, ഒരു തക്കാളിയല്ല, 2 തക്കാളി, ഒരെണ്ണം വലുതും ഒരു ചെറുതുമായിരുന്നു. അപ്പോൾ 2 തക്കാളി അതുകൂടി ഇടാം നമുക്ക്. ഇത് നല്ലപോലെ ഒന്ന് വഴറ്റാം. തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പൊടികൾ. ഞാനിവിടെ ക്രഷ്ഡ് ചില്ലിയാണ് ഇടുന്നത്. ഒരു സ്പൂണിൽ നല്ല എരിവുള്ള സാധനമാണ്. അതുകൊണ്ട് തന്നെ ഋഷിയും കഴിക്കണമെന്നുകൊണ്ട് ഒരു ശകലം ഇടുന്നുള്ളൂ. 1 സ്പൂണ്. ഇതിന് അത്യാവശ്യം എരിവുണ്ട്. പിന്നെ ഇതിനകത്ത് ഒരു തുള്ളി മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂണിനെ കാട്ടി ഇച്ചിരി കുറവ്. പിന്നെ കാലിനെ കാട്ടി കുറച്ചുകൂടി കുറവ് കായം ഇറക്കി കൊടുത്തു കഴിഞ്ഞിട്ട് ഇതിനകത്തോട്ട് ഇച്ചിരി ഗരം മസാല കൂടി ഇടണം നമുക്ക്. 1/2 സ്പൂൺ ഗരം മസാല, ഒരു മണത്തിന് വേണ്ടിയിട്ടാണ്. ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി അതിൻ്റെ ഒരു പച്ചച്ചോവ മാറിക്കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് വെള്ളം ഒഴിക്കാം. ക്വിക്ക് ഡിന്നറാണ്. ഇതൊരു 15-20 മിനിറ്റ് മതി. 15 മിനിറ്റിനുള്ളിൽ കഴിയും ഇതുണ്ടാക്കി. റോസ്റ്റഡ് ഉണ്ടെങ്കിൽ. റോസ്റ്റഡ് ഇല്ലെങ്കിൽ നമുക്ക് വഴറ്റാൻ കുറച്ച് സമയം എടുക്കും. അല്ലാതെ ഇത് വേഗം കഴിയും നമുക്കിതുണ്ടാക്കി കഴിയാൻ. ഇത് അത്യാവശ്യം ഇതിൻ്റെ പച്ചച്ചോവ മാറിയിട്ടുണ്ട്. ഞാൻ ശകലം വെള്ളം ഞാൻ ഇടുവാണ്. ഹലോ സാർ, വിശക്കുന്നുണ്ടോ? സാറിന് വിശക്കുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. ഹലോ സാർ, സേമിയ എടുക്കരുത് സാർ. ഇവിടെ എന്നെ ഉപദ്രവിക്കാൻ ഇവിടെ വന്ന ഒരുത്തൻ നിപ്പുണ്ട് ഗൈസ്. വെള്ളം ഒന്ന് തിളക്കട്ടെ. നമുക്കൊന്ന് കുടിച്ച് നോക്കണം അതിനകത്ത് ഉപ്പ് ആവശ്യമുണ്ടോയെന്ന്. അത് നോക്കിയിട്ട് നമുക്ക് ശകലം ഉപ്പ് കൂടി ഇടാം. അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ. അതിന് ഉപ്പൊക്കെ നോക്കിയിട്ട് ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചാണ് ഉപ്പിടേണ്ടത്. അപ്പോൾ ഇത് ഒരുവിധം തിളയ്ക്കാറായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തോട്ട് ഈ സേമിയ അങ്ങിടുവാണ്.
ഇത് നല്ലപോലെ ഈ വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെക്കണം. തിളച്ചപ്പോൾ ഞാൻ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കണം. ഇതിനി വേകട്ടെ. യെസ്, അപ്പോൾ വെള്ളമൊക്കെ ഓൾമോസ്റ്റ് വറ്റി. ഞാനിതൊന്ന് അപ്പോൾ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ലാസ്റ്റ് ടൈം ഇപ്പോൾ കാണാൻ വെള്ളം എല്ലാം വറ്റി. ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ഇത് ഇളക്കി കൊടുക്കുവാണ്. നമുക്കിത് ഇന്ന് സെർവ് ചെയ്യാമേ. അതിൻ്റെ ഇടയ്ക്ക് ഒരുത്തൻ ഇവിടെ ഒരു ചെറിയൊരു ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് വന്നു. എങ്ങനെ ഉണ്ടായിരുന്നു നടന്നതിൻ്റെ ചെറിയ ട്രിപ്പ്? ഇന്ന് പോയി ഒരു ദിവസം കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം അവൻ വന്നുകയും ചെയ്യും. ഓ എന്തുവാടാ, ഒരു ഉമ്മപ്രാന്തനായി. മണമൊക്കെ നോക്കൂ. സാറിന് ഞാൻ ഇവിടെ വിളമ്പിയിട്ടുണ്ട്, കഴിച്ചു നോക്കൂ എങ്ങനെ ഉണ്ടെന്ന് പറയൂ. അപ്പൻ ഇവിടെ ഇരുന്ന് റാഗി ദോശയും സാമ്പാറും കഴിക്കുന്ന. അപ്പൻ ചിരിക്കണ്ട, അപ്പൻ ഇത് കഴിക്കൂല, അതുകൊണ്ടാണ് അപ്പൻ റാഗി ദോശ. ഉപ്പ് ഇച്ചിരി കുറവാ, സാരില്ല, ഉപ്പല്ലേ കുറവ്. ബാക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല, നന്നായിട്ടില്ലേ? ഒരു വ്യത്യാസമായിട്ട് എപ്പോഴും ഒരേ സാധനം കഴിക്കണില്ലോടാ, അതുകൊണ്ടാണ്. ഓഹോ, സാർ ഫോർക്ക് എടുക്കാൻ പോയതാണോ? ആ സാർ ഒന്ന് കഴിക്കൂ. ആ ചൂടാ. ഓ വീഴും. അമ്മ തരാം. അപ്പ കുടിക്കട്ടോ. ഇതെങ്ങനെയുണ്ട് പറ. ഡിഡ് യു ലൈക്ക് ഇറ്റ്? ആ ഋഷിക്കുട്ടന് ഇഷ്ടപ്പെട്ടു. മിമ്മിയാണോ? നല്ലതാണോ? യെസ്. അപ്പോൾ സേമിയ കൊച്ചി സേമിയ കഴിക്കാൻ വന്നിരിക്കുന്നത്. എങ്ങനെയുണ്ടോ അമ്മ പറ. കഴിച്ചോട്ടെ. സേമിയപ്പം നന്നായിട്ടുണ്ട്. കുറവാണ് ഉപ്പല്ല, അത് കുഴപ്പമില്ല. അത് കുഴപ്പമില്ല എന്ന് വെച്ചാൽ കൂടുതൽ ഉപ്പ് കഴിക്കാതിരിക്കുക നല്ലത്. അതെനിക്കും അങ്ങനെ തന്നെയാണ്. ഞാനധികം കഴിക്കാറില്ല ഉപ്പ്. ഉപ്പ് കൂടിയാലും നമുക്ക് അതിൻ്റെ ടേസ്റ്റും പോവും. അതെ ഇല്ലേ? അതെ. ഇത് വേറെ ബാക്കിയെല്ലാം നല്ല പാകത്തിനായിട്ടുണ്ട് കേട്ടോ. എല്ലാം നല്ലതായിട്ടുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമായത്. ഋഷിക്ക് ഇഷ്ടമല്ലേ? ഋഷി ഞാനൊരു പിച്ച് കൊടുത്തായിരുന്നു, അഹങ്കാരം കാണിക്കുന്നത്. അപ്പൊ അവന്റെ റാഗി ദോശ കൊടുക്കാം നമുക്ക്. രണ്ടാമ്മയ്ക്ക് ഇഷ്ടം. അവൻ രണ്ടാമ്മ എടുക്കാൻ പോയി. വേണോ? വേണ്ട, അവന് വേണ്ട അമ്മ കേട്ടോ. നമുക്ക് ഞാൻ കഴിക്കുക, നീ തിന്നണ്ട. അപ്പോൾ എല്ലാവർക്കും ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയണം. ഓക്കെ, ബൈ. അപ്പോൾ ഇത് എങ്ങനെയുണ്ടെന്ന് പറയണം. നിങ്ങൾ ട്രൈ ചെയ്യണം. ഉറപ്പായിട്ടും അതിൻ്റെ അഭിപ്രായങ്ങളെല്ലാം ഇതിന് താഴെ കമൻസിൽ എഴുതണം. അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണുന്നവരെ ടാറ്റ ബൈ.